ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്ക, മിഡിൽ ഈസ്റ്റ്, ഇറാൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ മൊത്തത്തിൽ നോക്കുന്നത്. ഇലോൺ മസ്ക് ഡോഡ്ജ് എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിൽ നിന്നും റിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉടനീളം നോക്കുന്നത്. ഇതിൽ ശരിക്കും ഈ ട്രംപും ഇലോൺ മസ്കും തമ്മിൽ സംഭവിച്ച ആ ഒരു കോൺവെർസേഷൻ എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ഇലോൺ മസ്ക് ഇപ്പം ഈ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. പലരും അതിനെ വളരെ ലൈറ്റായിട്ട് തന്നെ ഇലോൺ മസ്ക് 130 ദിവസമേ ജോലി എടുക്കൂ, ഇലോൺ മസ്ക് 150 ദിവസം മാത്രമേ പണിയെടുക്കൂ, ഇങ്ങനെയായിരുന്നു കരാറ്, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പുറത്ത് വിടുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് അങ്ങനെയല്ല. അതാണ് നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് നോക്കുന്നത്. കോർട്ടിൽ നിന്നും ട്രംപിന് കിട്ടിയ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഈ താരിഫ്, ട്രംപ് ഈ മുന്നോട്ട് വെച്ച ഈ ഒരു താരിഫ് പോളിസി, ഈ പോളിസി ശരിക്കും പറഞ്ഞാൽ കോടതിയുടെ വിലയിരുത്തലിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ബിയോണ്ട് പ്രസിഡന്റിന്റെ ലിമിറ്റ്. കാരണം ഇത് ഒരുപാട് കമേഴ്ഷ്യലും ട്രേഡും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പ്രസിഡന്റിന് ട്രേഡ് മാത്രമാണോ ഒരു വിഷയം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. അമേരിക്കയുടെ ഉള്ളിൽ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ, ജനസേവന പ്രവർത്തികളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു താരിഫിൽ തന്നെ കിടന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്ന ഒരു ഏർപ്പാടായിട്ട് കഴിഞ്ഞ 1.5 മാസം ഡൊണാൾഡ് ട്രംപ് ഇതിൻ്റെ പുറകിലായിരുന്നു. ഈ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ട്രേഡ് ഡെഫിസിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ട്രേഡ് ഡെഫിസിറ്റിനെ ചൊല്ലി വളരെ വ്യക്തമായിട്ടുള്ള ഒരു ട്യൂഷൻ ക്ലാസ് ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ്സ് അമേരിക്കയ്ക്ക് എടുത്തിട്ടുണ്ട്. അത് ട്രംപിന് കൺവിൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നലെയാണ് ട്രംപിന് കൺവിൻസ് ചെയ്ത് കൊടുത്തത്. ആ കൺവിൻസ് ചെയ്തതോടുകൂടിയാണ് ട്രംപ് വീണ്ടും എന്നാലും ഇന്ത്യയുടെ താരിഫ് കുറച്ച് കൂടുതലാണ്, അങ്ങനെ പെട്ടെന്നൊന്നും പത്തി മടക്കില്ലല്ലോ, എന്നാലും ഇന്ത്യയുടെ താരിഫ് കുറച്ച് കൂടുതലാണ്, കുറച്ചൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒരു ട്രേഡ് എഗ്രിമെന്റിലേക്ക് എത്താനുള്ള സാഹചര്യം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ട്രംപ് കൺവിൻസ്ഡ് ആയി എന്ന് നമുക്ക് മുഴുവനായിട്ട് പറയാൻ വയ്യ, പക്ഷേ ഇന്ത്യയുടെ സൈഡിലുള്ള പോയിന്റ്സ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ നിലപാട് ഇങ്ങനെയുള്ളതെന്നും എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ ഒരു താരിഫിനെ ഈ രീതിയിൽ കാണുന്നത് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്രംപ് തീരുമാനിക്കട്ടെ, ട്രംപിന് വ്യാപാരം ഇന്ത്യയുമായിട്ട് വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് ട്രംപിന്റെ ഗവൺമെന്റ്. എന്താണ് അവർ പറഞ്ഞു പറഞ്ഞാൽ, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് നടത്തിയ ഒരു യുദ്ധത്തിൽ അമേരിക്കയുടെ ഇടപെടൽ മൂലമാണ് അവിടെ ഒരു വെടിനിർത്തൽ കരാറ് സാധ്യമായത്. അത് വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ആ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് മുന്നോട്ട് വന്നത് എന്നാണ് പറഞ്ഞത്. അതിലൂടെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വ്യാപാര ബന്ധം അമേരിക്ക സുരക്ഷിതമായിട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സത്യവാങ്മൂലമാണ് കോടതിയിൽ ധരിപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പാകിസ്ഥാനും അമേരിക്കയ്ക്കുമായിട്ടുള്ള ട്രേഡിന്റെ ബന്ധം എന്താണെന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് വോളിയം എത്രയാണെന്നുള്ളത് ട്രംപ് അഡ്മിനിസ്ട്രേഷന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ഗതികേടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേ ത്രാസിൽ വെച്ചുകൊണ്ട് ഈ ഒരു യുദ്ധം നിർത്തിയതിന് ഞങ്ങളാണ് കാരണം എന്നുള്ള രീതിയിലുള്ള ചില അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ട്രംപ് ഭരണകൂടം തരം താഴുന്ന അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും കോടതി പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഈ ഒരു താരിഫ് പരിപാടി നിർത്തണം. കാരണം ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീലിങ്സ് അത്ര പ്രോപ്പറായിട്ടല്ല അമേരിക്കൻ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ട്രംപിന് മറുപടി കൊടുത്തിരിക്കുന്നത്. ജൂൺ 1-ാം തീയതി തന്നെ ഇപ്പോൾ വീണ്ടും ഈ ഒരു താരിഫുമായിട്ടുള്ള പ്രശ്നം വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കോടതിയിൽ നിന്നും ഈ ഒരു വിധി. അമേരിക്കയിലെ ഏതാണ്ട് 11 സ്റ്റേറ്റുകളാണ് ഈ ഒരു കേസ്, ഈ ലോ സ്യൂട്ട് ട്രംപിനെതിരെ ഫയൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഫയൽ ചെയ്ത കേസിന്റെ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അമേരിക്കയുടെ ഉള്ളിലുള്ള സ്റ്റേറ്റുകളാണ് ഈ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്, ഫെഡറൽ സ്റ്റേറ്റുകൾ. അതുകൊണ്ട് ട്രംപ് അതിന് ഉത്തരം പറയേണ്ടി വരും, അത് 100% ഉറപ്പാണ്. ഇനി ട്രംപ് ഇതിന്റെ ഹയർ കോർട്ടുകളിലേക്ക് ഈ ഒരു കേസ് കൊണ്ടുപോകാനുള്ള സ്ഥിതിയാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. അത് അപ്പീൽ പോകാൻ വേണ്ടിയിട്ട്, ഇതിന്റെ മേൽക്കോടതികളിലേക്ക് അപ്പീൽ പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ ഒരു അഡ്മിനിസ്ട്രേഷന് ഒരു ബാക്ക്ലാഷ് വരുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഇലോൺ മസ്കിന്റെ ഈ ഒരു പുറത്തേക്കുള്ള പോക്ക്. ഇത് ക്ഷീണം ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ക്ഷീണം ചെയ്യും. പക്ഷേ ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഈ ഒരു പുതിയ ഗവൺമെന്റ്, ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഭരണത്തിലേക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷനിൽ ഉടനീളം നടത്തിയ പ്രചാരണത്തിൽ പറഞ്ഞു വെച്ചിരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പൈസ അനാവശ്യമായ രീതിയിൽ ചെലവഴിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് മിലിറ്ററി സ്പെൻഡിങ്, അതുപോലെ തന്നെ ഡിഫൻസ് മേഖലയ്ക്ക് ഒരുപാട് ബഡ്ജറ്റുകൾ നീക്കിയിരിപ്പ്, ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിഫൻസ് മേഖലയ്ക്ക് അന്യായമായ രീതിയിലുള്ള ചെലവ് അമേരിക്ക നടത്തുന്നുണ്ട് എന്നുള്ള ബ്ലെയിമാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന ബൈഡൻ അഡ്മിനിസ്ട്രേഷനെതിരെ ഉന്നയിച്ച ആരോപണം.
ആ ഒരു ആരോപണത്തിനെ ശരിവെക്കുന്ന രീതിയിലാണ് ഈ ഡോജ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിലേക്ക് ഇലോൺ മസ്കിനെ തന്നെ തലപ്പത്ത് വെച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ ഈ ഒരു ഡോജ് കമ്മിറ്റി എന്ന് പറഞ്ഞ ഐഡിയ വിവേക് രാമസ്വാമിയുടെ ഐഡിയ ആണ്. ആ ഒരു ഐഡിയ ശരിക്കും പറഞ്ഞാൽ ഒരു ആശയത്തിന് ജന്മം നൽകിയ ഒരു വ്യക്തി, ആ വ്യക്തിയാണ് വിവേക് രാമസ്വാമി. അപ്പൊ ആ ഒരു ആശയത്തിന്റെ കോർ എന്തായിരുന്നു, ആ ആശയത്തിന്റെ ഉൾക്കാഴ്ച എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അതിൽ പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു വിവേക് രാമസ്വാമി. അപ്പൊ ഈ ഒരു പൊസിഷനിൽ വളരെയധികം ഗവൺമെന്റിന്റെ ഉള്ളിലേക്ക് പല രീതിയിലുള്ള ഇൻഫ്ലുവൻസസ് വരും. അങ്ങനെ ഒരു ഇൻഫ്ലുവൻസസ് ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായാൽ ആ ഒരു വ്യക്തിക്ക്, ഈ ഡോജ് കമ്മിറ്റിയുടെ തലപ്പത്ത് വരുന്ന വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു മൈലേജ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഡോജ് കമ്മിറ്റി അങ്ങ് അറ്റം വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത അമേരിക്കൻ പ്രസിഡന്റിനെ നിർണ്ണയിക്കാനുള്ള കപ്പാസിറ്റി ഈ ഡോജ് കമ്മിറ്റിക്കുണ്ട്. ഈ ഡോജ് കമ്മിറ്റി നയിക്കുന്ന ആള് അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് മാറാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ആ സാഹചര്യത്തിനാണ് ഇന്ന് വിരാമം ഇടുന്നത് ഇലോൺ മസ്ക്. ഈ ഒരു ബെനിഫിറ്റ് ശരിക്കും പറഞ്ഞാൽ വിവേക് രാമസ്വാമിക്കായിരുന്നു കിട്ടിയിരുന്നുണ്ടെങ്കിൽ രാമസ്വാമി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയേനെ. അതിലുപരിയായിട്ട് രാമസ്വാമിക്ക് ഓൾറെഡി തന്നെ നല്ല മെജോറിറ്റി ഉണ്ട്. കാരണം ആ രീതിയിലുള്ള ആൻസേഴ്സ് ആണ് പബ്ലിക്കലി വിവേക് രാമസ്വാമി ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാനലിസ്റ്റിൽ വന്ന സമയത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ പെർഫോമൻസിൽ കാഴ്ചവെച്ചിരുന്നത്. അപ്പോൾ ആ ഒരു മെജോറിറ്റിയാണ് ട്രംപിന് വിവേക് രാമസ്വാമി കൈമാറിയത്. അപ്പോൾ തീർച്ചയായിട്ടും രാമസ്വാമി വീണ്ടും വരാൻ കഴിവുള്ള വ്യക്തി തന്നെയാണ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഇപ്പം ഈ ഒരു ഡോജ് കമ്മിറ്റി ഇങ്ങനെ ഒരു പകുതിക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതിന് കാരണം ഈ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തതാണ്. രാമസ്വാമിയെ പതിയെ നീക്കിക്കൊണ്ട് ഇലോൺ മസ്കിനെ ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് തന്നെ ഇലോൺ മസ്ക് ശരിക്കും ഒരു പോപ്പുലാരിറ്റി ഉള്ള ആളായിരുന്നു. എല്ലാ സമൂഹത്തിന്റെ ഇടയിലും പൊതുവിലെ യങ്സ്റ്റേഴ്സ്, യുവാക്കളുടെ ഇടയിൽ ടെക്നോളജിക്കലി അവയർനെസ് ആയിട്ടുള്ള ഈ ഒരു പുതിയ തലമുറയുടെ ഒരു പ്രതീകമായിട്ടാണ് ഇലോൺ മസ്ക് ഉണ്ടായിരുന്നത്. അപ്പം ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരു ഒറ്റ പൊളിറ്റിക്കൽ പാർട്ടിയെ പിന്തുണച്ചതിന്റെ പേരിൽ ഇലോൺ മസ്കിന്റെ ആ ഒരു ജനപിന്തുണ അതൊരു പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അപ്പൊ എന്തായാലും ഇലോൺ മസ്ക് എന്തിനാണ് പുറത്തു പോയെന്ന് പറഞ്ഞാൽ ഈ ഒരു ശരിക്കും ഒരു ഡോജ് കമ്മിറ്റി ചെയ്ത പരിപാടി എന്താണ്, ആദ്യമേ ഒരു വൈറ്റ് റിപ്പോർട്ട് കൊടുക്കുക. ഈ വൈറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പുതിയ സർക്കാർ ഭരണത്തിൽ വന്നാലും അതിന് മുൻപിരുന്ന പ്രീവിയസ് സർക്കാരിനെ കുറിച്ചുള്ള ഒരു വൈറ്റ് റിപ്പോർട്ട് പുറത്തിറക്കും. ആ വൈറ്റ് റിപ്പോർട്ടിൽ മിക്കവാറും ഖജനാവിൽ കാശില്ല, ഇവർ ദൂർത്തടിച്ച് ചെലവാക്കി, ഒരുപാട് വഴിവിട്ട രീതിയിലുള്ള സർക്കാർ ഫണ്ടുകൾ ചെലവാക്കി തീർത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇനി 1-0 തൊട്ട് ഞങ്ങൾ തുടങ്ങേണ്ടതുണ്ട് എന്നുള്ള നിലയിലുള്ള ചില വൈറ്റ് റിപ്പോർട്ട്സ് ഒക്കെയാണ് പല സർക്കാരുകളും സ്വാഭാവികമായിട്ട് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലും LDF UDF ഒക്കെ ചെയ്യുന്ന ഇതേ പരിപാടികൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വന്ന സമയത്ത് ഇലോൺ മസ്ക് ടൈമിൽ US എയ്ഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ ശക്തമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ എവിടെയൊക്കെയോ വെച്ച് ഇതിൻ്റെ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടു, എവിടെയൊക്കെയോ വെച്ച് ഇവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഏതൊക്കെയോ പകുതി വഴികളിൽ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അത് അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് FBI-യിലും CIA-യിലും ഇന്റലിജൻസ്, അമേരിക്കൻ ഇന്റലിജൻസിലും അതേപോലെ FBI-യിലും ശരിക്കും ഇലോൺ മസ്ക് ഇടപെടാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമം, ആ ശ്രമം ശരിക്കും പറഞ്ഞാൽ കാഷ് പട്ടേലും അതേപോലെ തന്നെ ഇന്റലിജൻസ് യൂണിറ്റിലെ തലപ്പത്തിരിക്കുന്ന തുൾസി ഗബ്ബാർഡും ഇവർ രണ്ടുപേരും ആ ഡിപ്പാർട്ട്മെന്റുകളെ സെക്യൂർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇലോൺ മസ്കിന് ഇവിടെ കടന്നു കയറി വരേണ്ട ആവശ്യമില്ല എന്നുള്ള നിലയിലുള്ള തീരുമാനമാണ് എടുത്തത്. ശരിക്കും അവിടെ തൊട്ട് തന്നെ ഇലോൺ മസ്കിന് ചെറിയൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ പിഴവ് സംഭവിച്ചതിനെ തുടർന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡോജ് കമ്മിറ്റി കുറച്ച് സൈലന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ തൊട്ട് തന്നെ ഈ ഒരു ഡോജ് കമ്മിറ്റിയുടെ പെർഫോമൻസ് വളരെ വീക്കായിരുന്നു. അപ്പോൾ ഇപ്പം നിലവിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഡോജ് കമ്മിറ്റി പൊതുവിൽ ഈ ഒരു എയ്ഡുകളൊക്കെ കുറേ കട്ടാക്കി അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിലും ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഡോജ് എന്ന് പറഞ്ഞൊരു സംവിധാനം നിലനിൽക്കും, പക്ഷേ അതിൽ ഇലോൺ മസ്കിനി ഉണ്ടാവില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത് അമേരിക്കയുടെ കടബാധ്യതയാണ് ഇലോൺ മസ്കുമായിട്ട് ഉണ്ടായ ചർച്ചയിൽ ട്രംപുമായിട്ട് ഡിസ്കഷനിലേക്ക് വന്നത്. അപ്പോൾ ഇലോൺ മസ്ക് ചൂണ്ടിക്കാണിച്ചത്, അതായത് മിസ്റ്റർ ട്രംപ്, നമ്മൾ എന്ത് ഉദ്ദേശശുദ്ധിയോട് കൂടിയാണ് ഈ ഒരു സംവിധാനത്തിന് തുടക്കം കുറിച്ചത്, അതായത് അമേരിക്കയുടെ ഫണ്ട്, അമേരിക്കയുടെ എക്സ്പെൻസസ് കുറയ്ക്കുക എന്നുള്ളതാണ്, കടബാധ്യത കുറയ്ക്കുക, അതുപോലെ തന്നെ എവിടെയൊക്കെ ഓവറായിട്ട് സ്പെൻഡിങ് ചെയ്യുന്നുണ്ടോ ആ സ്പെൻഡിങ് എല്ലാം കട്ട് ഓഫ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള സ്പെൻഡിങ് എല്ലാം കട്ട് ഓഫ് ചെയ്ത് ഗവൺമെന്റിന്റെ പൈസ സേവ് ചെയ്യുക, ഗവൺമെന്റിന്റെ പൈസ സേവ് ചെയ്യാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഡോജ് കമ്മിറ്റിക്ക് തുടക്കം കുറിച്ചത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്, ഇപ്പോൾ ഏതാണ്ട് $1 ട്രില്യൺ എബോ ബഡ്ജറ്റാണ് ഡിഫൻസിന് വേണ്ടിയിട്ട്
ഡൊണാൾഡ് ട്രംപ് മാറ്റിവെച്ചിരിക്കുന്നത്. പിന്നെ എവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യമാണ് ഇലോൺ മസ്ക് ഉന്നയിച്ചത്. ഈ ഒരു ധാരണയിൽ, അതായത് ഈ ഒരു ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കണം എന്നുള്ള ധാരണയിൽ, സ്പെഷ്യലി മിലിറ്ററി സ്പെൻഡിങ് കുറയ്ക്കണം എന്നുള്ള ധാരണയിൽ ഡൊണാൾഡ് ട്രംപ് ഒരുപാട് ഉത്തരവുകളൊക്കെ പുറപ്പെടുവിച്ചു. അതിലാണ് ഈ ഒരു മിലിറ്ററി, അതായത് മറ്റുള്ള രാജ്യങ്ങളൊക്കെ കിടക്കുന്ന സെക്യൂരിറ്റീസ് ആയിട്ട് കിടക്കുന്ന മിലിറ്ററി ട്രൂപ്സിനെ കംപ്ലീറ്റ് പിൻവലിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഈ ഒരു ആയുധങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് വിറ്റ് അതിലൂടെ വരുമാനം ഉണ്ടാക്കുക, അതുപോലെ തന്നെ മിലിറ്ററി സ്പെൻഡിങ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം മറ്റുള്ള രാജ്യങ്ങൾക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് യൂറോപ്പുമായിട്ടൊക്കെ ഈ ഒരു ഇടയാനുള്ള സാഹചര്യം ഉണ്ടായത്. കാരണം ഈ ഉക്രൈനൊക്കെ മിലിറ്ററി സെക്യൂരിറ്റി തരുന്നില്ല എന്നുള്ള രീതിയിൽ ഉറച്ച നിലപാടെടുക്കാനുള്ള കാരണമൊക്കെ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ബേസിക് ആയിട്ട് ചില പോളിസികൾ ഇവർ ഡിസ്കസ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് തന്നെ ആ പോളിസികളെ മറികടക്കാൻ പാടില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഈ ഒരു വിഷയത്തിലേക്കൊക്കെ യൂറോപ്പൊക്കെ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കാനുള്ള കാരണം. കാരണം അമേരിക്ക ഇപ്പം ഉക്രൈന് ഞങ്ങൾ സെക്യൂരിറ്റി സപ്പോർട്ട് തരില്ല, യൂറോപ്പിന്റെ സെക്യൂരിറ്റി യൂറോപ്പ് സ്വന്തമായിട്ട് നോക്കണം എന്നൊക്കെ പറയാനുള്ള കാരണം തന്നെ ബേസിക് ആയിട്ട് ഈ വിഷയങ്ങളാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിനെ മറികടന്നുകൊണ്ട് ഇപ്പൊ മിലിറ്ററിക്ക് വേണ്ടിയിട്ട് 1 ട്രില്യണിലേറെ ഡൊണാൾഡ് ട്രംപ് ബഡ്ജറ്റ് ഒതുക്കുന്നത് ഇലോൺ മസ്കിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ 1950-കളിൽ 2ാം വേൾഡ് വാറിന്റെ കാലഘട്ടത്താണ് ഏറ്റവും കൂടുതൽ കടബാധ്യത ഉണ്ടായിരുന്നത് അമേരിക്കയ്ക്ക്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇന്ന് ഏതാണ്ട് 100 to 125 ബില്യണിലോട്ട് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ റേഞ്ചിലാണ് ട്രാവലിംഗ് നടക്കുന്നത്. യു എസിന്റെ ഡെറ്റിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ ചൂണ്ടിക്കാണിച്ച് നടന്ന തർക്കത്തിലാണ് ഇലോൺ മസ്ക് ഞാനൊരു 130 മുതൽ 150 ദിവസം വരെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏതാണ്ട് ഒരു 150 ഡേയ്സ് ഞാനിപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഇനി ഞാൻ ഇതിൽ നിന്ന് ഒന്ന് മാറിത്തരാം, ഇനി വേറെ ആരെങ്കിലും വെച്ചിട്ട് ഇത് ട്രൈ ചെയ്യൂ എന്നുള്ള നിലയിൽ വളരെ മാന്യമായിട്ട് പറഞ്ഞിട്ട് പുറത്തോട്ട് പോയതായിട്ടാണ് വാർത്ത. അപ്പൊ നിലവിൽ 12 സ്റ്റേറ്റുകളാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു താരിഫ് പോളിസിക്കെതിരെ കോടതിയെ സമീപിച്ചത്. അപ്പൊ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കാരണം ഇവിടെ ഇപ്പം വൈറ്റ് ഹൗസിലല്ലല്ലോ ഈ ട്രേഡ് നടക്കുന്നത്. ഈ ട്രേഡ് നടക്കുന്നത് ആ രാജ്യത്തുള്ള പല സ്റ്റേറ്റുകളിലും പെട്ട പല കമ്പനികളും, പ്രൈവറ്റ് കമ്പനികളും മറ്റുള്ള പുറം രാജ്യത്തുള്ള മറ്റുള്ള രാജ്യങ്ങളിൽപ്പെട്ട കമ്പനികളും തമ്മിലാണ്. അപ്പം അവിടെ ബയേഴ്സും സെല്ലേഴ്സും തമ്മിലാണ് ഈ ഒരു ഡീലിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു ബിസിനസ് ഡീലുകൾ നടക്കുന്നില്ല. എപ്പോഴും ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ട്രേഡിൽ. ഇതാണ് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ച വിഷയം. അപ്പൊ അതുകൊണ്ട് ഇതിൽ വളരെ പ്രത്യേകമായിട്ട് കോടതി ഒരു താല്പര്യമെടുത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ലോ സ്യൂട്ട് ഫയൽ ചെയ്തത്. ആ ലോ സ്യൂട്ട് ഫയൽ ചെയ്തപ്പോഴത്തേക്കും ഈ 12 ഫെഡറൽ സ്റ്റേറ്റുകളിൽപ്പെട്ട റെപ്രസെന്റേറ്റീവ്സും കോടതിയിൽ ഹാജരായി അവരുടെ സൈഡിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതിന്റെ പേരിലാണ് ഈ ഒരു തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. ട്രംപ് ഈ ഒരു താരിഫുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കളി ഇനി നിർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കോടതി. ഇനി ഹൈക്കോടതിയിൽ പോയാലും ഇതൊക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ. കാരണം അവിടെയും ഇതേപോലെ എക്സ്പ്ലനേഷൻ ചെയ്യാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. എപ്പോഴും ഒരു ബിസിനസ് താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. പക്ഷേ ഈ താരിഫ് എന്ന് പറയുന്നത് ഇന്ത്യ വളരെ വ്യക്തമായിട്ട് ഒരു ട്യൂഷൻ ക്ലാസ് ട്രംപിന് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ ഇന്ത്യ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്. അതായത് ഈ താരിഫ് അതേപോലെ ഈ ഒരു ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് വളരെ തെറ്റായ രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് ഈ ഒരു വിഷയങ്ങളൊക്കെ ചെയ്യുന്നത്, അഥവാ അമേരിക്ക ഈ വിഷയങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് ഇന്ത്യ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ടോട്ടൽ ട്രേഡ് വോളിയം എന്ന് പറഞ്ഞാൽ 186 ബില്യൺ ആണ്. 186 ബില്യൺ ആണ് ട്രേഡ് നടക്കുന്നത്. 86.5 ബില്യണിന് നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട്. 45.3 ബില്യൺ ഡോളറിന്റെ കച്ചവടമാണ് അമേരിക്ക ഇന്ത്യയിലോട്ട് നടത്തുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് 41 ബില്യൺ ഡോളറിന്റെ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ആണ് ഇവിടെ വരുന്നത്. ഈ ട്രേഡ് ഡെഫിസിറ്റ് ഇവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ ട്രേഡ് ഡെഫിസിറ്റ് ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. കാരണം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഇത് കൂടാതെ സർവീസ് സെക്ടറിൽ ഒരുപാട് ബിസിനസ്സുകൾ വേറെയും നടക്കുന്നുണ്ട്. അതൊന്നും ഈ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല. അതായത് ഈ ഒരു ട്രേഡ് അക്കൗണ്ടബിലിറ്റിയിൽ കാണിക്കുന്ന വിഷയങ്ങളല്ല. അപ്പൊ അതെന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലോട്ട് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് അവർ ഏതാണ്ട് വർഷം 25 ബില്യൺ ഡോളർ എമൗണ്ട് അവിടെ ട്യൂഷൻ ഫീസായിട്ടും ഈ ഒരു കോളേജിന്റെ ഫീസായിട്ട് തന്നെ അടയ്ക്കുന്നുണ്ട് ഈ ഒരു ഇനത്തിൽ. ഇതൊക്കെ ഈ ഒരു ട്രേഡിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസിന്റെ എക്സ്പെൻസസ് ആയിട്ട് $100 ബേസ് ചെയ്ത് നോക്കിയാൽ തന്നെയും ഏതാണ്ട് ഇത് പെർ ഡേ ആവാം, അല്ലെങ്കിൽ 1.5 ദിവസം ആവാം, ചിലപ്പോൾ 2 ദിവസം ആവാം. എവറി 2 ഡേയ്സിൽ ഒരു സ്റ്റുഡന്റ് സ്പെൻഡ് ചെയ്യുന്നതാണ് ഒരു $100 എന്ന് പറയുന്ന ഒരു മിനിമം കാൽക്കുലേഷൻ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതും അമേരിക്കയ്ക്ക് ലാഭകരമായിട്ടുള്ള കച്ചവടമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഗൂഗിൾ പോലത്തെ കമ്പനികൾക്ക്, ഫേസ്ബുക്ക് പോലത്തെ കമ്പനികൾക്ക് ഇന്ത്യയിൽ നിന്നും കൊടുക്കുന്ന ആഡുകൾ, പരസ്യങ്ങൾ, ഈ പരസ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 15 മുതൽ 20 ബില്യൺ US$ വർത്തുള്ള കച്ചവടമാണ് പെർ ഇയർ നടക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, 41 ബില്യൺ എന്ന് പറഞ്ഞ ആ ഒരു എമൗണ്ട് ഒക്കെ മറികടന്ന് എവിടെയോ പോയിരിക്കുന്നു ഇപ്പൊ എമൗണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയാണല്ലോ കയറ്റുമതി നടത്തുന്നത്. അപ്പൊ ആ കയറ്റുമതി നടത്തുമ്പോഴത്തേക്കും
ആ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ലൈസൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അമേരിക്കയിൽ നമ്മൾ ഇവിടെ നിന്ന് മരുന്ന് കയറ്റി വെച്ചാൽ മാത്രം പോരാ, അവിടെ മരുന്നുകൾക്ക് അവിടെ ലൈസൻസിങ് വേണം. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഒരു പ്രോഡക്റ്റ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ആ രാജ്യത്ത് ഇത്, കാരണം ഇത് മെഡിസിൻ ആണ്, ആ മെഡിസിൻ, ഈ പേരിലുള്ള മെഡിസിൻ അവിടെ ലൈസൻസിങ്ങിൽ ലിസ്റ്റഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ മരുന്ന് ഏതൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും മേടിച്ച് അവിടെ വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ വിതരണം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു ലൈസൻസിങ് ഇഷ്യൂ, ഈ മെഡിസിൻ USA പെർമിറ്റഡ് ആണ് എന്നുള്ള ഒരു ലൈസൻസ് കിട്ടുന്നതിന് ഇന്ത്യ അങ്ങോട്ട് പേ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 1.5 to 2 ബില്യൺ വരെയാണ് അതിന് അമേരിക്ക ചാർജ് ഈടാക്കുന്നത്, ഈ ഒരു മെഡിസിൻ അവിടെ അപ്രൂവൽ ചെയ്ത് ലൈസൻസിങ് ആക്കി തരാൻ വേണ്ടിയിട്ട്. ഇതിലുപരിയായിട്ട് ഈ മെഡിസിനിൽ നമ്മൾ ചേർക്കുന്ന കമ്പോണൻസ്, മെഡിസിനിൽ മോളിക്കുലർ ഫോർമുലയിൽ പല കോമ്പിനേഷൻസ് ഓഫ് മെഡിസിൻസ് ഉണ്ടാവും, ഒരു ആന്റിബയോട്ടിക് ആയാലും എന്താ, ആ ചേർക്കുന്ന കമ്പോണൻസിന്റെ അപ്രൂവൽ വരെ അമേരിക്കയാണ് തരുന്നത്. അമേരിക്കയ്ക്ക് കയറ്റിയിരിക്കുന്ന മെഡിസിനുകളുടെ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കമ്പോണൻസ്, എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട് ആഡ് ചെയ്യുന്നതിന്റെ ആ ഒരു ലിസ്റ്റിന്റെ പെർമിഷനും അമേരിക്കയാണ് തരുന്നത്. അപ്പൊ ഈ ഒരു അപ്രൂവൽ തരുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക ഏതാണ്ട് 12 ബില്യണോളം ചാർജ് നമ്മുടെ നിന്ന് ഈടാക്കുന്നുണ്ട് പെർ ഇയർ. അത്രത്തോളം നമ്മൾ മരുന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ആ മരുന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്രൂവലുകൾക്കൊക്കെ വിവിധ തരത്തിൽ ഈടാക്കുന്ന ചാർജുകളാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പൊ ഇത്രത്തോളം 41 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റിനെ മറികടക്കുന്ന രീതിയിലുള്ള ലാഭമാണ് ഇന്ത്യയിൽ നിന്നും അമേരിക്കയ്ക്ക് കിട്ടുന്നത്. ഈ ഒരു വിഷയമാണ് ട്യൂഷൻ ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞത്. ഈ രീതിയിൽ അമേരിക്കയ്ക്ക് വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ജർമ്മനിയുടെ ഓട്ടോ മേക്കേഴ്സും ഈ ട്രംപിന്റെ പുതിയൊരു താരിഫ്, അതായത് ട്രംപ് പെട്ടെന്ന് 10% പറയും, പെട്ടെന്ന് 15% പറയും, പിന്നെ ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് 50% എന്ന് പറയും. ഇപ്പൊ ഇങ്ങനെയൊക്കെ മാറ്റിയും തിരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപിന് യൂറോപ്യൻ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്, വോക്സ് വാഗൻ പോലത്തെ കമ്പനികളിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്, അതായത് അമേരിക്ക താരിഫ് ഇടുന്നെങ്കിൽ അത് അമേരിക്കയ്ക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത്, യൂറോപ്യൻസിന് അതൊരു പ്രശ്നമല്ല എന്നുള്ള നിലയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ ശരിക്കും ഒരു അൺസർട്ടനിറ്റിയാണ് ഇപ്പൊ നിലവിൽ മുന്നോട്ട് പോകുന്നത്. അതിനോടൊപ്പം ഈ ഒരു ഇലോൺ മസ്കിന്റെ ഒരു പിരിഞ്ഞുപോക്ക് ട്രംപിന് ചെറിയ രീതിയിൽ ഒരു ക്ഷീണം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഈ ബാഡ് ഫ്ലൂ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ തുടരെ നടക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിനെ ചൊല്ലി എഗ്ഗിന്റെ ഷോർട്ടേജ് വരെ പല സാഹചര്യങ്ങളിലും അമേരിക്കയുടെ ഉള്ളിൽ നേരിടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഗ് സ്മഗ്ലിംഗ് വരെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം മെക്സിക്കോയിൽ എഗ്ഗിന്റെ പ്രൈസ് വളരെ കുറവാണ്, അതേപോലെ അമേരിക്കയിൽ എഗ്ഗിന്റെ പ്രൈസ് കൂടുതലുമാണ്. അപ്പൊ അതുകൊണ്ട് എഗ് സ്മഗ്ലിംഗ് ഒക്കെ അവിടെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഈ ഒരു ബാഡ് ഫ്ലൂവിന് വേണ്ടിയിട്ട് ഈ കോഴികൾക്ക് വാക്സിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 700 മില്യന്റെ ഒരു കരാറ് മൊഡേണ എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് ബൈഡൻ ഭരണകൂടം ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ മൊഡേണ എന്ന് പറഞ്ഞ കമ്പനി അതിന് ഫണ്ട് ചെയ്യുന്ന ആരാണെന്ന് പറഞ്ഞാൽ, വാക്സിൻ എന്ന് പറയുമ്പോഴേ നമുക്കൊരു പേര് ഓർമ്മ വരേണ്ടതാണ്. ഇയാളെ കുറിച്ച് ഞാനൊരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ബിൽ ഗേറ്റ്സ് ആണ് ഈ ഫ്ലൂ വാക്സിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്നത് ഈ മൊഡേണ കമ്പനിയിൽ. അപ്പൊ ഈ ഒരു കോൺട്രാക്ട് ഇപ്പം ട്രംപിന്റെ ഭരണകൂടം റദ്ദാക്കിയിരിക്കുകയാണ്. ഇനി വേറെ ഏതെങ്കിലും കമ്പനികളുമായിട്ട് പുതിയ ഒരു കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. പക്ഷേ ഇതാണ് സംഭവം. ഈ മൊഡേണ എന്ന് പറഞ്ഞ ആ ഒരു വാക്സിൻ കമ്പനിയുമായിട്ടുള്ള എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ മുട്ട പ്രതിസന്ധി ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായിട്ട് അമേരിക്കയിൽ മാറിത്തീരും ഈ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ. ബ്രിട്ടൻ ഏതാണ്ട് 1 ബില്യൺ സ്റ്റെർലിംഗ് പൗണ്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹാക്കേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹാക്കേഴ്സിനെ ഹയർ ചെയ്ത് റഷ്യക്കെതിരെ എന്താണ് പണി എന്നുള്ളത്, റഷ്യ UK-ക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ റഷ്യക്കെതിരെ ഒരു പ്രിവെന്റീവ് മെത്തേഡിൽ ഹാക്കേഴ്സിനെ മുന്നോട്ടിറക്കാനാണ് ഈ UK-യുടെ പദ്ധതി. അതായത് UK അവരുടെ ഔദ്യോഗിക എനിമിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യയെ. കാരണം ആ രീതിയിലാണ് അവരുടെ മുന്നോട്ട് പോക്ക്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ റഷ്യക്കെതിരെ ഈ യൂറോപ്യൻ യൂണിയൻ, അതേപോലെ ഉക്രൈൻ, UK, ഫ്രാൻസ് ഇവരൊക്കെ ചേർന്ന് കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ന്യൂക്ലിയർ പ്ലാന്റുകൾ, എവിടെയൊക്കെ അവരുടെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ ആണവായുധം ഉണ്ടാക്കാനുള്ള ആണവായുധം ശേഖരിച്ച് വെച്ചിരിക്കുന്ന പ്ലാന്റുകളൊക്കെ ഉണ്ടോ, ആ പ്ലാന്റുകളൊക്കെ ആ ലൊക്കേഷൻസ് ഒക്കെ പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അതാണ് പരസ്യപ്പെടുത്തിക്കൊണ്ട് പല ഇമേജുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ ലൊക്കേഷനിൽ റഷ്യയുടെ ആണവായുധം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, ഈ ലൊക്കേഷൻ റഷ്യയുടെ ആണവായുധം ശേഖരിക്കുന്ന ലൊക്കേഷനാണ് എന്നുള്ള നിലയിലൊക്കെ പല സ്പോട്ടുകളൊക്കെ ഇവരിപ്പം ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ റഷ്യയെ വീക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില പദ്ധതികളായിട്ടാണ് ഇവർ മുന്നോട്ട് വരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യ അത്ര എളുപ്പത്തിൽ ഇവർക്ക് അങ്ങനെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു രാജ്യമല്ല. ശരിക്കും ഇപ്പം 4 വർഷമായിട്ട് റഷ്യ ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ റഷ്യയുടെ ഉള്ളിലേക്ക് പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നെങ്കിലും ലാൻഡ് അക്വിസിഷൻ എന്നുള്ള നിലയിൽ ഇവർക്ക് ഒരു രീതിയിലും റഷ്യയുടെ ഒരു ചെറിയ തുണ്ടുഭൂമി പോലും ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല ഉക്രൈൻ്റെ ഭാഗത്ത്, ഇത്രയും രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടും. അതാണ് ഇതിന്റെ റിയാലിറ്റി. റഷ്യ പറഞ്ഞിരിക്കുന്നത് ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിനെ കുറിച്ച് ഏതെങ്കിലും രീതിയിൽ ചർച്ചയ്ക്ക് മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ തന്നെ ഉക്രൈനും നാറ്റോ എന്ന് പറഞ്ഞ പ്രസൻസ് ഉക്രൈനിൽ ഉണ്ടാകാൻ പാടില്ല.
ഇപ്പോഴും റഷ്യ പറയുന്നത് നാറ്റോയുടെ പ്രസൻസ് ഉക്രൈനിൽ ഉണ്ട് എന്നാണ് റഷ്യ വാദിക്കുന്നത്. ആ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫിൻലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെയൊക്കെ സപ്പോർട്ട്, ഇവരൊക്കെ വായിട്ടലയ്ക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടല്ലോ, ഉക്രൈനെ പിന്തുണയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റുകൾ, ആ സ്റ്റേറ്റ്മെന്റുകളാണ് ഉക്രൈന് ഇതിനെ വിനയായി തീരുന്നത്. കാരണം റഷ്യ അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നത് ഉക്രൈനിൽ ഇപ്പോഴും നാറ്റോ പ്രസൻസ് ഉണ്ടെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത് അടുത്ത ലെവലിലേക്ക് പോവാണ്. അതായത് ഈ ഒരു യുദ്ധം ഒരു സീസ് ഫയറിലേക്ക് എത്തുന്നതിന് പകരം ഇത് വീണ്ടും വീണ്ടും ആളിക്കത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഹമാസ് അവരുടെ സ്വന്തം ജനങ്ങളെ തന്നെ വെടിവെച്ചിട്ടിരിക്കുകയാണ്. 5 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത. 5 പാലസ്തീനികളെയാണ് ഹമാസ് വെടിവെച്ചിട്ടത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഹമാസിന്റെ വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ ഹമാസ് കുറേ ഈ ഒരു ഫുഡ് ഐറ്റംസ് എല്ലാം ഇങ്ങനെ ഈ ട്രക്കുകളൊക്കെ സ്മഗിൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതായത് ഈ ഒരു എയ്ഡ് ട്രക്ക് പോകുമ്പോഴത്തേക്ക് ഇസ്രായേൽ ഇത് പലപ്പോഴും പറഞ്ഞതാണ്, ഹമാസ് എയ്ഡ് ട്രക്കുകളൊക്കെ ഇങ്ങനെ റാഞ്ചിക്കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവര് ഈ എയ്ഡ് ട്രക്കുകളൊക്കെ റാഞ്ചിക്കൊണ്ട് പോയിട്ട് അവിടുത്തെ ഗോതമ്പ്, ഇതേപോലെ വീറ്റ് ഫ്ലോർ, ഇതെല്ലാം തന്നെ ഇവർ ഗോഡൌണിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെയർ ഹൗസിൽ. കാരണം അവിടെ നിന്നാണ് ഇവർ കച്ചവടം നടത്തുന്നത്. അപ്പൊ ആ കച്ചവടം നടത്തുന്ന ആ ഒരു വെയർ ഹൗസ്, ആ ഒരു ഗോഡൌണിൽ ജനങ്ങൾ അതിക്രമിച്ച് കയറി. കാരണം അവർക്ക് ഈ ഹമാസിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആൾക്കാർ അതിനകത്ത് അതിക്രമിച്ച് കയറുകയും അവസാനം ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ, അതായത് ഇപ്പുറത്ത് ഇസ്രായേൽ ഫ്രീ ആയിട്ട് സാധനം കൊടുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർക്ക് ബോധ്യം വന്നത്, അതായത് ഇനിയിപ്പം ഹമാസിന്റെ അടുത്ത് ഇങ്ങനെ പൈസ കൊടുത്ത് സാധനം മേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലയിൽ എത്തുകയും എന്നിട്ട് ഇവർ സ്വമേധയാ ആൾക്കാർ ഇരച്ച് കയറി വെയർ ഹൗസിനകത്ത് നിന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം ഉണ്ടായ സമയത്താണ് ഹമാസ് വെടിവെച്ചത്. സ്വന്തം ജനങ്ങളെ വെടിവെച്ചിട്ടുണ്ട്, ഭക്ഷണം കൊടുക്കാതെ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഹമാസിന് വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ ഉള്ളിൽ മലയാളി ഹമാസുകൾ ഓരെ കടന്ന് വാദിക്കുന്നത്. ഇഹാബ് ഹസൻ എന്ന് പറഞ്ഞ ഒരു സ്ഥിരമായിട്ട് ഇയാൾ പിന്നെ ഈ പാലസ്തീനികളെ അനുകൂലിച്ചുകൊണ്ട്, അവരുടെ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലിച്ചുകൊണ്ട് ട്വീറ്റ് ഇടുന്നതും അതേപോലെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ആ വ്യക്തി തന്നെയാണ് ആ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഈ വിഷയത്തിനെ കുറിച്ച്. പക്ഷേ ഇതിനകത്ത് ഇരട്ടത്താപ്പ് കാണിക്കുന്നത് അൽ ജസീറ പറഞ്ഞിരിക്കുന്നത് ഇത് ഹമാസിന്റെ വെയർ ഹൗസ് അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് യുണൈറ്റഡ് നേഷൻസിന്റെ വെയർ ഹൗസ് ആണ്, UN വെയർ ഹൗസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. UN ശരിക്കും പറഞ്ഞാൽ എത്രയോ മാസങ്ങൾക്ക് മുമ്പേ അവിടെ നിന്ന് മടങ്ങിയതാണ്. അതായത് നമുക്കും ഇനി ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു ഗാസയിൽ ഈ ഒരു സിറ്റുവേഷനിൽ എയ്ഡ് സപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവർ പിൻവലിഞ്ഞതാണ്. എന്നിട്ട് യുണൈറ്റഡ് നേഷൻസ് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ അടുത്ത് നിങ്ങൾ ഇത്രയും വേഗം എയ്ഡ് ഉറപ്പാക്കണം. ഇപ്പോൾ എയ്ഡ് ഉറപ്പാക്കണമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് എങ്ങനെയാണ് ഗാസയ്ക്കുള്ളിൽ ഒരു ഗോഡൌൺ ഇങ്ങനെ വെറുതെ അങ്ങനെ സൂക്ഷിച്ചു വെക്കുക, ഭക്ഷണ സാധനങ്ങളും ജനങ്ങൾക്ക് കൊടുക്കാതെ? അപ്പോൾ അവിടെ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അൽ ജസീറ ഈ ഒരു വെടിവെപ്പിനെ കുറിച്ച് യാതൊരു രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അൽ ജസീറ എന്ന് പറഞ്ഞ ആ ഒരു ഫേക്ക് നറേറ്റീവ് സൃഷ്ടിക്കുന്ന ആ ഒരു മാധ്യമത്തിന്റെ ആ ഒരു പത്രധർമ്മം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ എക്സ്പോസ്ഡ് ആവും. അങ്ങനെ ഇപ്പം അൽ ജസീറ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ വല്ലതും മാറ്റി വേറെ വല്ല വാർത്ത കൊടുക്കുമെന്നുള്ളത് നമുക്കറിയത്തില്ല. നിലവിൽ അവരുടെ നിലപാട് ഇതാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചിരിക്കുന്ന വിഷയം ഇതാണ്. അതുപോലെ യമൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതായത് അമേരിക്ക ആയാലും ഇസ്രായേൽ ആയാലും F-35 എടുത്തുകൊണ്ട് ഞങ്ങളുടെ എയർ സ്പേസിലേക്ക് എത്തണം. എവിടെ? യമന്റെ എയർ സ്പേസിലേക്ക് എത്തണം. എന്നിട്ട് ഞങ്ങളുടെ എയർ സ്പേസിന്റെ മേളിൽ നിന്നും ഞങ്ങളെ ആക്രമിക്കണം. നിങ്ങൾ ചുണയുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തോ എന്നുള്ള രീതി സ്റ്റേറ്റ്മെന്റ് ആണ് യമനിൽ നിന്ന് ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ ഞങ്ങളുടെ എയർ സ്പേസിൽ വന്ന് നിന്ന് അറ്റാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കില്ല, നിങ്ങൾ വേണമെങ്കിൽ ഒളിഞ്ഞും പാത്തും വേറെ സൈഡിലൊക്കെ നിന്ന് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ നിങ്ങൾക്ക് ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു മോക്കിംഗ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹൂത്തികളെ ഇനി അറ്റാക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് മാറിപ്പോയ അമേരിക്ക ഇവരെ ക്ഷണിച്ചു വരുത്തി ഞങ്ങളെ അറ്റാക്ക് ചെയ്യൂ എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പം ഈ ഒരു ഹൂത്തികളുടെ സ്റ്റേറ്റ്മെന്റ്. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ അവിടെ തലങ്ങും വിലങ്ങും ആക്രമണം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഇന്നലെ വരെ മിനിഞ്ഞാന്ന് വരെ ഒരു ആക്രമണം നടത്തിയിട്ടിരിക്കുന്നതേ ഉള്ളൂ സന എയർപോർട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും യമൻ ഇങ്ങനെ ഇരന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. $48.8 ബില്യൺ ഇതുവരെ ഇസ്രായേൽ ചെലവാക്കിയിട്ടുണ്ട്. ഈ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന് വന്ന എക്സ്പെൻഡിച്ചറാണ് ഈ ഒരു $48.8 ബില്യൺ. ഇപ്പോഴാണ് ഒരു കോമഡി. ഇന്നലെ സെലൻസ്കി സംസാരിച്ചപ്പം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. 30 ബില്യൺ തന്നാൽ മതി, ഞാൻ റഷ്യയെ അടിച്ച് പരത്തി അങ്ങ് തൂത്ത് പറക്കി കളയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സെലൻസ്കി. ഇന്നലെയാണ് ജർമ്മനിയിൽ വെച്ചിട്ടാണ് പറഞ്ഞത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സെലൻസ്കി. 48.8 ബില്യൺ ചെലവാക്കിയിട്ട് ചെറിയൊരു സ്ഥലം ഗാസ, ആ ഒരു ഗാസയിൽ തന്നെ ഇസ്രായേലിന് പൂർണ്ണമായിട്ട് ഇതുവരെ ആധിപത്യം നേടി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഇത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇസ്രായേലിന്റെ ഒരു കപ്പാസിറ്റിയെ കുറിച്ച് നമ്മൾ പ്രശംസിച്ച് സംസാരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു എക്സ്പെൻഡിച്ചറുമായിട്ട് കമ്പയർ ചെയ്തുള്ള കാര്യങ്ങളുടെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് 50 ബില്യണോളം ചെലവാക്കിയിട്ട് ഇസ്രായേലിന് ഈ ഗാസയെ ഈ ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഈ ഒരു സാഹചര്യത്തിലാണ് പൊട്ടനെ പോലെ ഇരുന്നുകൊണ്ട് പോയി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ് 30 ബില്യൺ തന്നു കഴിഞ്ഞാൽ റഷ്യ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ ലാൻഡാണ് റഷ്യ. അപ്പൊ ഈ ഒരു റഷ്യയെ 30 ബില്യണിലേക്ക് ഇയാൾ ചുരുക്കി കാണുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിനെ കോമഡി അല്ലെങ്കിൽ കോമാളിത്തരം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മെർസ് ഫ്രെഡറിക് എന്ന് പറഞ്ഞ ജർമ്മൻ ചാൻസലർ ആവാൻ പോകുന്ന ആ ഒരു വ്യക്തിയുടെ മുന്നിൽ നിന്ന് സെലൻസ്കി പറഞ്ഞ ഒരു പൊട്ടത്തരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഇത് ശരിക്കും പറഞ്ഞാൽ വിവരമുള്ളവൻ ആരെങ്കിലും ഈ ഒരു യൂറോപ്യൻ യൂണിയനിൽ ഉണ്ടെങ്കിൽ ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചേനെ. പക്ഷേ വിവരമുള്ള ആൾക്കാർ ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. ഇല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് അവർ ഉക്രൈനെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു 30 ബില്യൺ എന്ന് പറഞ്ഞ ഈ ഒരു കോമഡി സ്റ്റേറ്റ്മെന്റിൽ അവരും കൂടെ അങ്ങ് പുളകം കൊണ്ട് അങ്ങ് മുന്നോട്ട് പ്രോത്സാഹിപ്പിച്ച് സെലൻസ്കിയെ ഇങ്ങോട്ട് യുദ്ധത്തിലേക്ക് തള്ളി അങ്ങ് നീക്കി വിടുന്നത്. സ്വിറ്റ്സർലാൻഡിൽ 2 ഗ്രാമങ്ങളെ ഇന്നലെ ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കാലാവസ്ഥ ശരിയല്ല, മഞ്ഞ് വീഴ്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആൽപ്സ് എന്ന് പറഞ്ഞ ആ ഒരു മൗണ്ടനിൽ നിന്നും ഈ മഞ്ഞുപാളികൾ ഇറങ്ങി വരും എന്നുള്ളത് മുൻകൂട്ടി പ്രവചിച്ച് 2 ഗ്രാമങ്ങളിലുള്ള ആൾക്കാരെ അവർ ഇന്നലെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. പക്ഷെ അതേപോലെ തന്നെ ഷാർപ്പായിട്ട് അവിടെ ഇതേപോലെ ഒരു മഞ്ഞുപാളികൾ ഇങ്ങനെ ഉരുള് പൊട്ടുന്നത് പോലെ പൊട്ടിത്തെറിച്ചിങ്ങ് വരികയും ആ 2 ഗ്രാമങ്ങളെയും മൊത്തത്തിൽ തന്നെ അങ്ങ് തൂത്തുപറക്കി കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അപകടത്തിൽ ആൾനാശമൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം സ്വിറ്റ്സർലാൻഡ് ഗവൺമെന്റ് എടുത്ത ആ ഒരു പ്രിക്കോഷണറി മെഷേഴ്സാണ് ഈ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സഹായകരമായത്. ഇതേപോലെയൊക്കെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലും വന്നു കഴിഞ്ഞാൽ ഈ പ്രളയക്കെടുതി, ഇതേപോലത്തെ ഉരുൾപൊട്ടൽ, ഈ സ്ഥലങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ പ്രവചിച്ച് അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാൻ സാധിക്കാത്തതൊന്നുമല്ല. പക്ഷെ ആ രീതിയിലുള്ള എഫേർട്ട് ഇടണം. ആ രീതിയിൽ ഇച്ഛാശക്തിയുള്ള നേതാക്കൾ നമ്മുടെ രാജ്യം ഭരിക്കാൻ എത്തണം. അതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ ഇസ്രായേലും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചൂടേറിയ രീതിയിലുള്ള ചർച്ചകളായിട്ട് നടക്കുന്നുണ്ട്. കാരണം ഇസ്രായേൽ അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തമായിട്ട് തന്നെ ഇറാനെതിരെ പൊരുതാനുള്ള ഒരു നിലപാടുമായിട്ടാണ് വരുന്നത്. കാരണം അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ആരാണ് ആദ്യം ന്യൂക്ലിയർ പവറായിട്ട് മാറുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ചോദ്യചിഹ്നം. ആ ചോദ്യചിഹ്നം ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി നോക്കിക്കാണുന്നത് ഇസ്രായേലാണ്. കാരണം അമേരിക്കയ്ക്ക് വേണമെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഡീൽ ഒപ്പിടാതിരിക്കാം, പല കാര്യങ്ങളും ചെയ്യാം. പക്ഷേ ഇസ്രായേൽ ഉള്ളത് മിഡിൽ ഈസ്റ്റിലാണ്, ഇറാൻ ഉള്ളത് മിഡിൽ ഈസ്റ്റിലാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ആണവായുധ ശക്തിയായിട്ട് മാറുക എന്നുള്ളത് ഇസ്രായേലിന് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇസ്രായേലിന് അതൊരു ത്രെട്ടാണ്. കാരണം മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഈ ഒറ്റൊരു ജൂയിഷ് സ്റ്റേറ്റ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഒരു മുസ്ലിം രാജ്യങ്ങളും ഒരു ആണവ ശക്തിയായിട്ട് മാറാൻ ഇസ്രായേൽ അനുവദിക്കില്ല. അത് ട്രംപ് അല്ല, ഇനി ഏത് ഭരണകൂടം വന്നാലും ഇസ്രായേലിന്റെ സ്വന്തമായിട്ടുള്ള ഡിസിഷൻ എടുത്ത് ആ ഒരു ന്യൂക്ലിയർ പ്രോജക്റ്റിനെ തച്ചുടയ്ക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ആ രീതിയിലാണ് ഇസ്രായേലിനെ മുന്നോട്ട് പോക്ക്. വെദർ അമേരിക്ക സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഇസ്രായേൽ ഈ ഒരു നിലപാട് എടുത്തിരിക്കും. ഇത് നമ്മൾ ഈ സെയിം പോയിന്റ് ഞാനിപ്പോൾ 3ാമത്തെ വീഡിയോയിലാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് വളരെ ശക്തമായ തീരുമാനമുണ്ടെന്നുള്ളതാണ്, ഡിസിഷൻ ഉണ്ട്. അതാണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.